വെൽക്കം ടു ഷാനുസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. ഹലോ, എല്ലാവർക്കും ഷാനുസ് കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞാനും എൻ്റെ ഫാമിലി ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഉഴുന്ന് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ പച്ചരിയൊന്നും കുതിർത്ത് അരച്ചെടുത്തിട്ടുള്ള ഉഴുന്ന് ദോശയല്ല. നമ്മുടെ കയ്യിൽ പത്തിരിക്കുള്ള പൊടി ഉണ്ടാവുമല്ലോ, വറുത്തതോ വറുക്കാത്തതോ ആയ പത്തിരിപ്പൊടി ഉണ്ടാവുമല്ലോ, പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി. ആ പൊടി വെച്ചിട്ടാണ് ഉഴുന്നും കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ളൊരു ദോശയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതിലൊരു ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചട്നിയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പായിട്ട് നല്ല മൊരിഞ്ഞ ദോശ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ദോശ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഉഴുന്ന് ദോശയിലേക്ക് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊന്നും ചേർക്കാതെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉഴുന്ന് ഞാനിവിടെ 2 മണിക്കൂർ മുന്നേ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 1.25 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഉഴുന്ന് അത് കുതിർന്ന് വരുമ്പോൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ 2 കപ്പ് ആയിരിക്കും നമ്മൾ 1 കപ്പ് ഉഴുന്ന് എടുത്താൽ മതി. എന്നാൽ തന്നെ അത് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിക്കോളും. ഇനി ഇത് 2-3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പ് ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരിമാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ്. അപ്പോൾ ഞാൻ വറുക്കാത്ത പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് 2 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. മെഷർമെൻ്റ് ഒന്നും ഞാൻ കറക്റ്റായിട്ടല്ല, ഞാനിപ്പോൾ ആ ഒരു കപ്പിനാണ്ട് എടുത്തതാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. കാരണം നമ്മളിതൊന്ന് മിക്സ് ആക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് അരഞ്ഞ് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള പൊടിയല്ലേ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് അടി പിടിക്കും, മിക്സിയുടെ ജാറിൽ അത് അടി പറ്റി പിടിച്ച് കിടക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുത്താൽ മതി. അതാണ് ഒന്നാമത്തെ ടിപ്സ് ഞാൻ പറയുന്നത്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലും ലൂസാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഉഴുന്ന് ദോശൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഒരുപാട് ലൂസായി പോവും. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഉഴുന്ന് ദോശക്ക് ഏത് ദോശക്കാണെങ്കിലും ഒരുപാട് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടുന്ന പരുവായി കിട്ടും. പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ആണ് ഞാൻ പറയുന്നത്. ഇനി ഇത് നന്നായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നും അരിപ്പൊടിയും കൂടി ചോറും കൂടി ചേർത്ത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഉഴുന്നും അരിമാവും, ഇനിയിപ്പോൾ അരിപ്പൊടി അല്ലെങ്കിലും പച്ചരി ആണെങ്കിലും കുതിർത്തതിന് ശേഷം രണ്ടും കൂടി അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അരിപ്പൊടി ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അത് എന്തായാലും പൊങ്ങി വരും. അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും നമ്മുടെ ഈ ഒരു മാവ്. ഇതുപോലെ തന്നെ ബാക്കി മാവും ഉഴുന്നും കൂടി ഞാൻ കുറേശ്ശെ അരച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ഇത് അരച്ച് വെക്കുന്നത്. രാത്രി ഒരു 10 മണി 10:30 അരച്ചെടുത്താലും മതി. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും ഈ ഒരു മാവ്. നല്ലതുപോലെ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇത് മൂടി വയ്ക്കാം. ഇത് ഞാൻ റൈസ് കുക്കറിലാണ് ഇറക്കി വെക്കുന്നത്, വേറെ ചൂടുള്ള സ്ഥലത്തൊന്നുമല്ല വെക്കുന്നത്, അടുപ്പിൻ്റെ മേളിലൊന്നുമല്ല വെക്കുന്നത്. ഇതുപോലെ റൈസ് കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത്. റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളപ്പത്തിനാണെങ്കിലും ഉഴുന്ന് മാവാണെങ്കിലും
ഏത് ദോശക്കാണ് നമ്മൾ അരച്ച് വെച്ചിട്ട് പൊങ്ങാൻ വെക്കുന്ന ഏതൊരു മാവാണെങ്കിലും റൈസ് കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് പൊങ്ങിക്കിട്ടും. തലേ ദിവസം രാത്രി വെച്ചാൽ രാവിലേക്ക് ആകുമ്പോൾ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാതെ തന്നെ നമ്മുടെ മാവ് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. പിന്നെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ റൈസ് കുക്കറിൽ നമ്മൾ മാവ് അരച്ച് പൊങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ആ ഒരു നല്ല ചൂടോട് തന്നെ ദോശ ചുട്ടെടുത്താൽ ദോശ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു 1.25 തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ചെറിയ ദോശ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് നന്നായിട്ടൊന്ന് വലിയ ദോശയാക്കി ചുട്ടെടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തുറന്നതിന് ശേഷം നെയ്യോ ഓയിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി നെയ്യ് ഇതുപോലെ ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ദോശ. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. വേറൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് ഏത് ദോശയാണെങ്കിലും അതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ഉണ്ടാവും കഴിക്കാനായിട്ട്. ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി തുറന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറേശ്ശെ ആയിട്ട് നെയ്യൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. നല്ല അടിപൊളി ഉഴുന്നുദോശ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ചട്നി റെഡിയാക്കി എടുക്കാം. തേങ്ങ ചേർത്തിട്ടുള്ള തക്കാളി ചട്നിയാണ്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ 1.5 സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും അത് ചേർത്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പിന്നീട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ തക്കാളി സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി. ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ, അത്യാവശ്യം വലിയ തക്കാളിയാണ്. അത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി ഏകദേശം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുറി തേങ്ങയുടെ 1/4 ഭാഗവും ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ആ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ടുള്ള ഈ ഒരു തക്കാളി ചട്നി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ചട്നിയുടെ ഒക്കെ ആ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാൻ.
കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാനിത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ താളിച്ച കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി കറിവേപ്പിലയും കൂടി താളിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.